ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദേശീയ ഭിന്നശേഷി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. പുരസ്കാര ജേതാക്കൾ സമൂഹത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ പ്രഥമ പരിഗണന ലഭിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി ആർ ബിന്ദു. ഭരണ പ്രതിപക്ഷ സമവായത്തെ തുടർന്ന് ഇന്നു മുതൽ പാർലമെന്റ് സ്തംഭനം ഒഴിവായി. രാജ്യത്തെ ഫലപ്രദമായി മുന്നോട്ട് നയിക്കുക എന്നതാവണം പാർലമെന്റിന്റെ മുൻഗണനയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആലപ്പുഴ ദേശീയപാതയിലെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പരിക്കേറ്റ 6 വിദ്യാർത്ഥികൾ അപകടനില തരണം ചെയ്തു. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ ഉത്തര കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ഏഷ്യ കപ്പ് ജൂനിയർ പുരുഷ ഹോക്കി സെമിയിൽ ഇന്ന് ഇന്ത്യ മലേഷ്യ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദേശീയ ഭിന്നശേഷി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. പുരസ്കാര ജേതാക്കൾ സമൂഹത്തിന് മാതൃകയായി ഉയർന്നു വരികയാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ദിവ്യാംഗരെ പ്രചോദിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും പുരസ്കാരങ്ങൾ സഹായിക്കുമെന്ന് ശ്രീമതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. दिव्यांगजन में निहित नेतृत्व की क्षमता के आधार पर ही इस वर्ष के अंतर्राष्ट्रीय दिव्यांगजन दिवस के विषय को चुना गया है. इस वर्ष का विषय है एम्प्लीफाइंग द लीडरशिप ऑफ पर्सन्स विद डिसेबिलिटीज फॉर एन इंक्लूसिव एंड सस्टेनेबल फ्यूचर. इस विषय के अनुरूप आज के पुरस्कार समारोह में दिव्यांगजन में नेतृत्व की क्षमता को बढ़ावा मिलेगा. ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ പ്രഥമ പരിഗണന ലഭിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷി വിഭാഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ ഉണ്ടായിവരുന്നത് അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉണർവ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി കുട്ടികൾക്ക് തടസ്സരഹിതമായ ജീവിത സാഹചര്യം ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണെന്നും ശ്രീമതി ബിന്ദു വ്യക്തമാക്കി. ഭിന്നശേഷി സഹോദരങ്ങൾക്ക് സമൂഹത്തിൽ ഒന്നാമത് പരിഗണന ലഭിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പ് നടത്തിവരുന്നത്. തനിച്ചല്ല, നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളത് തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം. എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കണം എന്ന കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാൻ പരമാവധി നാം ശ്രമിക്കുകയാണ്. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ 2024 സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. രാജ്യത്തെ ഫലപ്രദമായി മുന്നോട്ട് നയിക്കുന്നതായിരിക്കണം പാർലമെന്റിന് മുൻഗണന നൽകേണ്ടതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടാൽ നഷ്ടം രാജ്യത്തിനാണെന്നും പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ഇന്നു മുതൽ സഭ സുഗമമായി നടക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. രാവിലെ ഒരു പ്രമുഖ ബിസിനസ് സ്ഥാപനത്തിനെതിരായുള്ള കൈക്കൂലി ആരോപണം ഉൾപ്പെടെ ഉയർത്തി INDI സഖ്യം പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആലപ്പുഴ ദേശീയപാതയിലെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മരിച്ച MBBS വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. അപകടത്തിൽ പരിക്കേറ്റ 6 വിദ്യാർത്ഥികളും അപകടനില തരണം ചെയ്തു. ഇവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ പോസ്റ്റ്മോർട്ടം നടന്നത്. 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹം ആസ്പത്രി വളപ്പിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളത്താണ് സംസ്കരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം സ്വവസതികളിലേക്ക് കൊണ്ടുപോകും. കനത്ത മഴയെ തുടർന്ന് കാർ സ്കിഡ് ചെയ്തതും യാത്രക്കാർ കൂടുതൽ ഉണ്ടായിരുന്നതുമാണ് അപകടത്തിന് കാരണമായി വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ ഉത്തര കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്തിന്റെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിത്തറ പാകിയ ശ്രീ രാജേന്ദ്ര പ്രസാദ് വിലമതിക്കാനാകാത്ത സംഭാവനയാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ വിജയകരമായ നിർവഹണം സംബന്ധിച്ച് ചണ്ഡീഗഡിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സുരക്ഷിത സമൂഹം, വികസിത ഇന്ത്യ, ശിക്ഷയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ് പരിപാടിയുടെ പ്രമേയം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ആകാശവാണിയിൽ കേൾക്കാം. തുടർന്നായിരിക്കും മലയാള വാർത്താ പ്രക്ഷേപണം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനത്തിന് ഇന്ന് തുടക്കമാകും. ഔദ്യോഗിക ചടങ്ങുകളില്ലാതെയാണ് പ്രവർത്തനം തുടങ്ങുക. ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റൺ ഇന്നലെ പൂർത്തിയായി. ഇക്കാലയളവിൽ 1.5 ലക്ഷം കണ്ടെയ്നർ ചരക്ക് തുറമുഖം കൈകാര്യം ചെയ്തു. തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് അടുത്ത മാസമുണ്ടാകും. തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നാണ് സൂചന. ഇടുക്കി മാങ്കുളത്ത് സംഘടിപ്പിച്ച ത്രിദിന ആഗോള ലിംഗസമത്വ ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനം സമാപിച്ചു. വിനോദസഞ്ചാര വകുപ്പ്, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി, UN വിമൻ എന്നിവ സംയുക്തമായാണ് ആഗോള സമ്മേളനം സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ടൂറിസം മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം നടപ്പാക്കുന്ന സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി ആഗോള ശ്രദ്ധയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് ടൂറിസം മേഖല കൈവരിച്ച നേട്ടങ്ങളും സ്ത്രീ സൗഹൃദ ടൂറിസം പ്രവർത്തനങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു. കേരളത്തിലെ സ്ത്രീ സൗഹൃദ ടൂറിസം മാതൃകയെക്കുറിച്ച് മേഖലയിലെ വിദഗ്ധർ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ, പ്രവർത്തകർ തുടങ്ങിയവരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുക, ഈ മേഖലയിലുള്ള മാതൃകകൾ ആഗോളതലത്തിൽ അവതരിപ്പിക്കുക, അനുയോജ്യമായ ആശയങ്ങളും ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യവും സമ്മേളനം മുൻപോട്ട് വച്ചിരുന്നു. PTA-കളും SMC-കളും അധ്യയന കാര്യത്തിലും ഭരണപരമായ കാര്യങ്ങളിലും ഇടപെട്ട് സ്കൂളുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തെ സ്കൂൾ PTA കമ്മിറ്റികളുടെ പ്രവർത്തനം സംബന്ധിച്ച് ചില മേഖലകളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അധ്യാപക രക്ഷകർതൃ സമിതിയുടെ പ്രവർത്തനം സംബന്ധിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ PTA-കൾക്ക് നടത്താമെന്നും മന്ത്രി പറഞ്ഞു. ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവത്തിന് തുടക്കമായി. ഈ മാസം 13 വരെയാണ് ഭീമാപ്പള്ളി ഉറൂസ്. ഇന്ന് നടന്ന സമൂഹ പ്രാർത്ഥനയ്ക്ക് ചീഫ് ഇമാം നുജുമുദ്ദീൻ പൂക്കോയ തങ്ങൾ നേതൃത്വം നൽകി. വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ 8 മണിക്ക് പ്രാർത്ഥനയോടെയാണ് ഈ വർഷത്തെ ഭീമാപ്പള്ളി ഉറൂസ് ആരംഭിച്ചത്. തുടർന്ന് നഗരപ്രദക്ഷിണം നടന്നു. ഉറൂസ് ദിനങ്ങളിൽ KSRTC പ്രത്യേക ബസ് സർവീസും പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉറൂസിനോടനുബന്ധിച്ച് നഗരസഭാ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യ കപ്പ് ജൂനിയർ പുരുഷ ഹോക്കി സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് മലേഷ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ഒമാനിലെ മസ്കറ്റിലാണ് മത്സരം. പൂൾ എയിൽ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി. ഇന്ന് നടക്കുന്ന മറ്റൊരു സെമിയിൽ പാകിസ്ഥാനും ജപ്പാനും തമ്മിലാണ് മത്സരം. നാളെയാണ് ഫൈനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടന്ന 20ാമത് സംസ്ഥാന എക്സൈസ് കലാകായികമേളയുടെ ഓവറോൾ ചാമ്പ്യന്മാരായി എറണാകുളം ജില്ല. തൃശൂർ ജില്ല 2ാം സ്ഥാനവും കാസർഗോഡ് ജില്ല 3ാം സ്ഥാനവും നേടി. ആതിഥേയ ജില്ലയായ മലപ്പുറം 4ാമതാണ്. മേളയുടെ സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ K മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയും. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്. രേഖകൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ കേസന്വേഷണം വേറെ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുന്ന പക്ഷം തെളിവുകൾ കിട്ടാതാകുമെന്നാണ് ഹർജിയിലെ വാദം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 469 പോയിന്റ് ഉയർന്ന് 70,717-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 136 പോയിന്റ് നേട്ടത്തിൽ 24,412-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഭിന്നശേഷി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. പുരസ്കാര ജേതാക്കൾ സമൂഹത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ പ്രഥമ പരിഗണന ലഭിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി ആർ ബിന്ദു. ഭരണ പ്രതിപക്ഷ സമവായത്തെ തുടർന്ന് ഇന്നു മുതൽ പാർലമെന്റ് സ്തംഭനം ഒഴിവായി. രാജ്യത്തെ ഫലപ്രദമായി മുന്നോട്ട് നയിക്കുക എന്നതാവണം പാർലമെന്റിന്റെ മുൻഗണനയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആലപ്പുഴ ദേശീയപാതയിലെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പരിക്കേറ്റ 6 വിദ്യാർത്ഥികൾ അപകടനില തരണം ചെയ്തു. പേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ ഉത്തര കേരളത്തിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു.
ഏഷ്യ കപ്പ് ജൂനിയർ പുരുഷ ഹോക്കി സെമിയിൽ ഇന്ന് ഇന്ത്യ മലേഷ്യ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.